സംസ്ഥാനത്തെ കെ സ്റ്റോറുകളിൽ ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമാക്കുന്നില്ല എന്ന് സ്റ്റോർ നടത്തിപ്പുകാർ പറയുന്നു. അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. റേഷൻ കട വ്യാപാരികൾക്ക് അധിക വരുമാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് കെ സ്റ്റോറുകൾ ആരംഭിച്ചത്. 13 നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് ന്യായവിലയിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സംസ്ഥാനത്ത് കെ സ്റ്റോറുകൾ ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യം ആരംഭിച്ച കെ സ്റ്റോറുകളിൽ ഒന്നാണ് കോഴിക്കോട് മേത്തോട്ട് താഴത്തെയും. അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഉടമയായ ശിവാനന്ദൻ തന്നെ വ്യക്തമാക്കും. പറ്റാവതാണ്. കച്ചവടം തീരെ ഇല്ല. കാരണം നിത്യാവസ്ഥ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പാക്കറ്റൊന്നും ഇവിടെ ചിലവാകുന്നില്ല. സാധനങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ട് ആൾക്കാർ മാവലി സ്റ്റോറിലേക്കും നീതി സ്റ്റോറിലേക്കും പോവുകയാണ്. ഈ സംരംഭം നല്ലതാണ്, പക്ഷേ അതിനുള്ള സാധനം ഗവൺമെൻറ് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റീനെ പോലും ചുമതലപ്പെടുത്തണം. എന്നാൽ നല്ല കാര്യമുള്ള ഏർപ്പാടാണ്. കോഴിക്കോട് ജില്ലയിൽ 41 റേഷൻ കടകളാണ് കെ സ്റ്റോറുകളാക്കി മാറ്റിയത്. മുറി വാടകയ്ക്കെടുത്ത് കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയവരാണ് പൊല്ലാപ്പിലായിരിക്കുന്നത്. ഇതിൻ്റെ റൂമിൻ്റെ അഡ്വാൻസ്, വാടക, ഒരു ലേബർ, പിന്നെ ഷീറ്റ്, പിന്നെ ഇത് പ്രിൻ്റർ, അങ്ങനത്തെ എല്ലാ സാധനം പാടെ 2 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഫസ്റ്റിൽ മുടക്ക് തന്നെയുണ്ട്. സാധനത്തിൻ്റെ പൈസ വേറെ. നിലവിൽ പറഞ്ഞാൽ സോപ്പ് പൊടി, സോപ്പ്, പിന്നെ പെനോയിൽ, അതിൻ്റെ ഒപ്പം ഐറ്റംസ് കായം, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 8 മാസം മുമ്പ് 2 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് മേത്തോട്ട് താഴത്ത് ശിവാനന്ദൻ ഈ കെ സ്റ്റോർ ആരംഭിച്ചത്. 8 മാസത്തിന് ശേഷവും ആ മുതൽ മുടക്ക് തിരികെ പിടിക്കാനായിട്ടില്ല. ഓണക്കാലം കൂടി നോക്കിയ ശേഷം ലാഭകരമല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കെ സ്റ്റോർ അടച്ചുപൂട്ടാനാണ് ഈ ഉടമയുടെ തീരുമാനം. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.